ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ദിനംപ്രതി ശക്തമാവുകയാണ്. ഗാസയിലെ നിരപരാധികളായ ജനങ്ങളെയാണ് ഈ യുദ്ധം ഗുരുതരമായി ബാധിക്കുന്നതും. അതേസമയം ഹമാസിനെ പൂർണ്ണമായും നശിപ്പിച്ച് ഗാസ മുനമ്പ് തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ഇസ്രയേൽ പദ്ധതിയിടുന്നു. ഇസ്രയേൽ സർക്കാർ ഈ പദ്ധതി അംഗീകരിക്കുകയും ചെയ്തു. 2023 ഒക്ടോബറിൽ ആരും പ്രതീക്ഷിക്കാതെയാണ് വിനാശകരമായ ആക്രമണം ഹമാസ് ഇസ്രയേൽ സൈന്യത്തിന് നേരെ നടത്തിയത്. ആ ആക്രമണത്തിന് ശേഷമാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഗാസയിലെ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് അവകാശപ്പെട്ട് ഇസ്രയേൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിവരികയാണ്. ഇസ്രയേൽ ഗാസയിൽ ഇറങ്ങിയതോടെ ഗാസ മുനമ്പിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിസഭ അംഗീകാരം നൽകിയതായി ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇസ്രയേൽ സൈന്യം ഗാസ മുനമ്പിൽ തുടരുമെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുണ്ട്. പദ്ധതി അതേപടി നടപ്പിലാക്കുകയാണെങ്കിൽ പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രയേലിന്റെ ആധിപത്യം വളരെയധികം വർദ്ധിക്കും. മേഖലയിൽ ഇതിനകം തന്നെ ആരംഭിച്ചിരിക്കുന്ന മാനുഷിക പ്രതിസന്ധിയെ പ്രശ്നം കൂടുതൽ വഷളാക്കും. തിങ്കളാഴ്ച ഇസ്രയേലിൽ നടന്ന പ്രതിരോധ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് അംഗീകരിക്കുന്നത്. ആർമി റിസർവിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് റിസർവിസ്റ്റുകളെ ഇസ്രയേൽ വിളിച്ചുകൂട്ടിയിരുന്നു. ഇത് സംഭവിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അംഗീകാരം ലഭിച്ചു. നെതന്യാഹു സർക്കാർ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് ഹമാസിനെ തങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്താനും ഇസ്രയേലിന്റെ വ്യവസ്ഥകൾ അംഗീകരിച്ച് വെടിനിർത്തൽ ചർച്ചകൾ നടത്താനും വേണ്ടിയാണ്. ഗാസ മുനമ്പിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഹമാസിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് നെതന്യാഹു സർക്കാർ വിശ്വസിക്കുന്നു. ഇത് ലക്ഷക്കണക്കിന് പലസ്തീനികളെ തെക്കൻ ഗസയിലേക്ക് തള്ളിവിടും. ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ജനുവരിയിൽ ഇസ്രയേലും ഹമാസും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. സമാധാനത്തിലേക്ക് മടങ്ങാനുള്ള വിശദമായ പദ്ധതി അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ വെടിനിർത്തലിന് അമേരിക്കയാണ് മധ്യസ്ഥത വഹിച്ചത്. എന്നിരുന്നാലും കഴിഞ്ഞ മാർച്ചിൽ വെടിനിർത്തൽ പദ്ധതി പരാജയപ്പെടുകയായിരുന്നു. അതിനുശേഷം ഇസ്രയേൽ പലസ്തീൻ പ്രദേശങ്ങളിൽ തുടർച്ചയായ ആക്രമണങ്ങളാണ് നടക്കുന്നത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഗാസയുടെ പല ഭാഗങ്ങളും ഇസ്രയേൽ നിയന്ത്രണം ഏറ്റെടുത്തു. ഗാസയിലെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. നിലവിൽ ഗാസയുടെ 50% ഇസ്രായേൽ നിയന്ത്രണത്തിലാണ്. വരും കാലങ്ങളിൽ ഇത് കൂടുതൽ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഗാസയിലേക്കുള്ള ഭക്ഷണം, ഇന്ധനം, വെള്ളം എന്നിവയുൾപ്പെടെ എല്ലാ മാനുഷിക സഹായങ്ങളും ഇസ്രയേൽ നിർത്തിവച്ചിരുന്നു. ഇത് വളരെ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിക്ക് കാരണമായി. ഗാസ പിടിച്ചെടുക്കുകയും ആ പ്രദേശങ്ങൾ കൈവശം വയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ പദ്ധതി. ഇത് ഹമാസിലേക്ക് മാനുഷിക സഹായം എത്തുന്നത് തടയും. ഇതിനെ തുടർന്ന് ഗാസയിലെ ഹമാസിന്റെ സ്വാധീനത്തെ ദുർബലപ്പെടുത്തും. ഹമാസ് ലക്ഷ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ശക്തമായ ആക്രമണങ്ങൾ നടത്താനും ഇസ്രയേൽ പദ്ധതിയിടുന്നു. അതേസമയം ഇസ്രയേൽ സൈന്യം ഒറ്റയടിക്ക് ഗാസയിൽ ഇറങ്ങില്ല. ഈ പദ്ധതി ക്രമേണ നടപ്പിലാക്കും, ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗാസയിലെ ജനങ്ങൾക്ക് അന്താരാഷ്ട്ര രാജ്യങ്ങൾ അയക്കുന്ന മാനുഷിക സഹായം ഹമാസ് തടഞ്ഞുവച്ചതായി ഇസ്രയേൽ ആരോപിച്ചിരുന്നു. ഗാസയിലേക്കുള്ള മാനുഷിക സഹായവും ഇസ്രയേൽ തടഞ്ഞിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്.